Balanagar Technical Institute, Private Iti Mookkannoor Angamaly. Workshop Calculations and Science for First Years. നമുക്കിന്ന് നോക്കാനുള്ള സ്പീഡ് ആൻഡ് വെലോസിറ്റി ആണ്. അപ്പോൾ നമുക്കിന്ന് സ്പീഡിനെ കുറിച്ചും അതിന് വെലോസിറ്റിയെ കുറിച്ചും കുറച്ച് ആദ്യം തന്നെ സ്പീഡ് വെലോസിറ്റി പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം നോക്കാം. അത് നമുക്ക് റെസ്റ്റ് എന്താണെന്ന് നോക്കാം. റെസ്റ്റ് എന്ന് പറയുന്നത് എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ റെസ്റ്റ് ഇഫ് ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് സമയത്തിനനുസരിച്ച് ഒരു ബോഡിയുടെ പൊസിഷൻ മാറുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ആ ബോഡി റെസ്റ്റിലാണെന്ന് പറയാം, അല്ലെങ്കിൽ അത് അവിടെ നിശ്ചലമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ബോഡി ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്, അന്ന് എ എന്ന് പറയുന്ന പോയിന്റ് ആണ് നമുക്ക് കരുതാം. എയിൽ നിന്ന് ബിയിലേക്ക് ആ ബോഡിയുടെ പൊസിഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റെസ്റ്റിലാണ്. ഇനി നമുക്ക് മോഷൻ എന്താണെന്ന് നോക്കാം. മോഷൻ എന്ന് പറയുന്നത് റെസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ടൈമിനനുസരിച്ച് ബോഡിയുടെ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ ആ ബോഡി മോഷനിലാണ് നമുക്ക് പറയാൻ പറ്റും. അതായത് ആദ്യം പോയിന്റ് എയിലായിരുന്നു, പിന്നെ അത് പോയിന്റ് ബിയിലേക്ക് മാറി, പിന്നെ അത് പോയിന്റ് സിയിലേക്ക് മാറി. ഇത് ഓരോ പോയിന്റും മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ബോഡിക്ക് മോഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഒന്നാമത്തെ സെക്കൻഡിൽ പോയിന്റ് എയിലായിരുന്നു, രണ്ടാമത്തെ സെക്കൻഡിൽ പോയിന്റ് ബിയിലെത്തി, മൂന്നാമത്തെ സെക്കൻഡിൽ പോയിന്റ് സിയിലേക്ക് മാറി. അങ്ങനെ ഓരോ ടൈമിലും പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് മോഷനിലായിരിക്കും. ഇനി നമുക്ക് സ്കെയിലർ ക്വാണ്ടിറ്റി എന്താണെന്ന് നോക്കാം. സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതായത് അതിനൊരു വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ എക്സാമ്പിൾസ് ആണ് മാസ്, സ്പീഡ്, ലെങ്ത് ഒക്കെ പറയുന്നത്. അതായത് മാസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അത് ഇത്ര കിലോ ആണെന്ന് മാത്രമേ നമ്മൾ പറയുകയുള്ളൂ. സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര കിലോമീറ്റർ പെർ അവറിലാണെന്ന് നമ്മൾ പറയുകയുള്ളൂ. ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അത് ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ പറയുള്ളൂ. അതായത് അതിനൊരു വാല്യൂ മാത്രമാണ് നമ്മൾ കൊടുക്കുക. അതാണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റിയിലേക്ക് വരുമ്പോൾ ആ വാല്യൂവിന് ഒരു ഡയറക്ഷനും കൂടെ എക്സ്ട്രാ വരും. അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ ഉള്ളതായിരിക്കും വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് പൊസസസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും, അതേപോലെ തന്നെ അതിനൊരു ഡയറക്ഷൻ ഉണ്ടാകും. ഇപ്പോൾ 10 kg ഉള്ളൊരു മാസ് എന്ന് പറയുന്നത് താഴേക്കാണ് വീഴുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡയറക്ഷൻ കൂടെ ആയി. അപ്പോൾ അതെന്തായിട്ട് മാറി? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് മാറി. അല്ലെങ്കിൽ നമുക്ക് അതിനെ ഫോഴ്സ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഒരു ബോഡി മുമ്പിലേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ വെസ്റ്റിലേക്ക് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ കൂടെ എക്സ്ട്രാ വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഫോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആക്സലറേഷൻ, വെലോസിറ്റി, എക്സെട്ര. ഇനി നമുക്ക് നോക്കാനുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഗ്രൗണ്ട് എടുത്തു. ആ ഗ്രൗണ്ടിന്റെ രണ്ട് കോർണർ എടുത്തു. ഒരു എ എന്ന് പറഞ്ഞ പോയിന്റും ഒരു ബി എന്ന് പറഞ്ഞ പോയിന്റും. ഓക്കെ, അത് രണ്ട് കോർണറിലാണെന്ന് കരുതുക. അതായത് ഒരെണ്ണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിൽ അതായത് ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ആ ഡയഗണലിലെ രണ്ട് അറ്റങ്ങളാണ് എയും ബി എടുത്തെന്ന് വിചാരിക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് ആ ഗ്രൗണ്ടിന് ചുറ്റിയും പോകാം, നേരിട്ടും പോകാം. ആ ചുറ്റി പോകുന്നതിനെ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം, നേരിട്ട് പോകുന്നതിനെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കാം. അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ഒരു ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് എത്ര ലെങ്ത് അത് സഞ്ചരിച്ചു. ഓക്കെ, ആ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് അത് ടോട്ടൽ കവർ ചെയ്ത പാത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, കാരണം അതിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാം. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററിലാണ് നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുക. ഓക്കെ, അതായത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള ആക്ച്വൽ പാത്ത്, എത്ര ദൂരം നമ്മൾ കവർ ചെയ്താണോ അങ്ങോട്ട് പോയത്, ആ ആക്ച്വൽ പാത്തിന്റെ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞെടുക്കുക. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേന് ഇതേപോലെ തന്നെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് ഏറ്റവും ചെറിയ പാത്തിന്റെ നീളം, ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിന്റെ രണ്ട് പോയിന്റ്സ് എയിൽ നിന്ന് ബിയിലേക്ക് നേരിട്ട് പോകുന്നത്, അത് ഡയഗണൽ ആയിരിക്കും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. അപ്പോൾ ഇതിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് എന്തായിട്ട് മാറി? അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് മാറി. അത് മുമ്പിലേക്കാണ് പോയത്, അല്ലെങ്കിൽ നോർത്തിലേക്കാണ് പോയത്, അല്ലെങ്കിൽ ഈസ്റ്റിലേക്കാണ് പോയത് എന്ന് പറയുന്നതുകൊണ്ട് അതിനൊരു ഡയറക്ഷൻ വന്നു, അതുകൊണ്ട് അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് മാറി. അതേപോലെ തന്നെ അതിന്റെ യൂണിറ്റ് നമ്മൾ മീറ്ററിൽ തന്നെയാണ് എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ മീറ്ററിൽ നമ്മൾ എടുക്കുക. ഡിസ്റ്റൻസ് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മീറ്ററിലാകാം, മില്ലിമീറ്ററിലാകാം, സെന്റിമീറ്ററിലൊക്കെ ആകാം. ജനറലി നമ്മൾ മീറ്ററിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കിലോമീറ്ററിലൊക്കെ ആകും നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നോർമലി അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമ്മൾ എടുക്കുന്നത് മീറ്ററിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിന്റെ ചെറിയൊരു എക്സാമ്പിൾ പോലെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഇനിഷ്യൽ പോയിന്റ് എ ഉണ്ട്, ഫൈനൽ പോയിന്റ് ബി ഉണ്ട്.
എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിന്റെ ലെങ്തിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞിരുന്നത്. അത് നേരിട്ടുള്ള ലൈൻ. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുത്തത്. അതേപോലെ ഡിസ്റ്റൻസ് പറയുമ്പോഴത്തേന് എ തൊട്ട് ബി വരെയുള്ള ആ കർവ്ഡ് പാത്താണ്. ഓക്കെ, അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ആക്ച്വൽ പാത്തിന്റെ ടോട്ടൽ ലെങ്ത്. ഓക്കെ, അതായത് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് വളഞ്ഞാണ് പോയത്. ആ വളഞ്ഞു പോയ ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തത്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ആയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ സ്പീഡാണ് നമ്മൾ നോക്കുന്നത്. സ്പീഡിന്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ തൊട്ട് മുമ്പ് വരെ പറഞ്ഞത്. ഇനി സ്പീഡിലേക്ക് കടക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അളവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അളവെന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഓഫ് എ ബോഡി ഇൻ മോഷൻ. അതായത് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അത് എത്ര ഡിസ്റ്റൻസ് ഇത്ര ടൈമിൽ കവർ ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ സ്പീഡായിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ബോഡി 34 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ കവർ ചെയ്തു. ആ 34 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നതാണ് അതിന്റെ സ്പീഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തതിന്റെ വാല്യൂവിനെ നമ്മൾ സ്പീഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഓഫ് എ ബോഡി ഇൻ മോഷൻ. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മൾ ഉദ്ദേശിക്കുക. അതായത് ഇത്ര ടൈമിൽ എന്നാണ്, ഇത്ര യൂണിറ്റ് ടൈമിൽ എന്ന് ഉദ്ദേശിക്കുന്നതിനാണ് നമ്മൾ ആ റേറ്റ് ഓഫ് ചേഞ്ചസ് നമ്മൾ കൊടുക്കുക. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഓഫ് എ ബോഡി ഇൻ മോഷൻ ഈസ് കോൾഡ് സ്പീഡ്. അതായത് ഒരു ബോഡി ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതിന്റെ അളവിനെ അല്ലെങ്കിൽ വാല്യൂവിനെ നമുക്ക് സ്പീഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഇതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. കിലോമീറ്റർ പെർ അവർ, 60 കിലോമീറ്റർ പെർ അവർ, 70 കിലോമീറ്റർ പെർ എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളത്. നമുക്ക് യൂണിറ്റ് ആയിട്ട് നമ്മൾ നോർമലി സ്പീഡിന് എടുക്കുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചില കേസുകളിലൊക്കെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറാറുണ്ട്, അല്ലെങ്കിൽ മൈൽസ് പെർ അവറിലേക്ക് മാറാറുണ്ട്. പക്ഷെ ജനറലി എപ്പോഴും നമ്മൾ കിലോമീറ്റർ പെർ അവർ ആണ് യൂസ് ചെയ്യാറ്. ഇനി അടുത്ത് നമുക്ക് വേറെ രീതിയിൽ നമ്മൾ ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർമെന്റ് ഓഫ് ഹൗ ഫാസ്റ്റ് ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ്. ഒരു ഒബ്ജക്റ്റ് എത്ര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അളവായിട്ട് നമുക്ക് സ്പീഡിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ വേറൊരു രീതിയിൽ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ മെഷർമെന്റ് ഓഫ് ഹൗ ഫാസ്റ്റ് ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ്. ഒരു ഒബ്ജക്റ്റ് എത്ര ഫാസ്റ്റിൽ അത് മൂവ് ചെയ്യുന്നു, എത്ര വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അളവായിട്ട് നമുക്ക് സ്പീഡിനെ കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ റേറ്റ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് കവർ എ ഡിസ്റ്റൻസ്. ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന റേറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്പീഡ് എന്ന് പറയാം. ഇതെല്ലാം നമ്മൾ സ്പീഡിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പല രീതിയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് സ്പീഡിന്റെ ഡെഫിനിഷൻ കൂടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ കൂടെ ഫോർമുലയും കൂടെ നോക്കാം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡ് ബൈ ടൈം. അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഇത് ഈ റിലേഷൻ്റെ അകത്ത് നമുക്ക് സ്പീഡിന് പകരം നമുക്ക് ടൈം കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് കവേർഡ്. ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് കവേർഡ് ബൈ സ്പീഡ് ആയിരിക്കും. ഇനി ഡിസ്റ്റൻസ് കവേർഡ് ആണെങ്കിൽ ടൈം ഇൻറ്റു സ്പീഡ് നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് വെലോസിറ്റി എന്താണെന്ന് നോക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡിന്റെ അതേ കേസ് തന്നെയാണ് പറയുന്നത്, അളവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്ര ദൂരം എത്ര സമയം കൊണ്ട് കവർ ചെയ്തു എന്നാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ സ്പീഡിന്റെ കേസിൽ എടുത്ത്, ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കുക. കാരണം ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിലൂടെ കവർ ചെയ്തു പോകുമ്പോഴുള്ള അളവാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഇൻ മോഷൻ ഈസ് കോൾഡ് വെലോസിറ്റി. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ബോഡി ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു എന്ന് പറയുന്നത് അത് ഏറ്റവും ചെറിയ പാത്ത് ആയിരിക്കണം. ഓക്കെ, ആ ചെറിയ പാത്തിലൂടെ കവർ ചെയ്യുമ്പോൾ ആ ബോഡി എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുന്നതാണ് വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ ഇതിന്റെ ഒരു ഡയറക്ഷൻ ഇവിടെ വന്നു. അപ്പോഴെന്താണ് നമ്മൾ പറയുക? അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ തന്നെ അതിന്റെ യൂണിറ്റ് നമ്മൾ ജനറലി എപ്പോഴും എടുക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിന് ഡയറക്ഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? വെലോസിറ്റി ആയിട്ട് മാറി. സ്പീഡ് ഈസ്റ്റിലേക്ക് പോകുന്നു, വെസ്റ്റിലേക്ക് പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നോർത്തിലേക്ക് പോകുന്നു. ഇത്ര സ്പീഡിൽ നോർത്തിലേക്ക് പോകുന്നു, ഇത്ര സ്പീഡിൽ വെസ്റ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? വെലോസിറ്റി ആയിട്ട് മാറി. അപ്പോൾ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ആണ് നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ വെലോസിറ്റിയുടെ റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഇൻ മോഷൻ. അത് തന്നെയാണ് പറയുന്നത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. ഈ റിലേഷനകത്ത് നമുക്ക് വെലോസിറ്റിക്ക് പകരം വേണം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കാൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം.
ഇനി നമ്മൾ ഇത്രയും പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ടോപ്പിക്സ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുക. താങ്ക് യു.